അമേരിക്കയ്ക്ക് 8ന്റെ പണി കൊടുത്തു ഇറാന് പിടിച്ചെടുത്ത കപ്പലില് കക്കൂസ് മാലിന്യം ലോകത്തിനു മുന്നില് നാണം കെട്ട് അമേരിക്ക. ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് ഇറാന്റെ ദൗസ്കെ എന്ന കപ്പൽ അമേരിക്കൻ നാവികസേന പിടിച്ചെടുത്തപ്പോൾ അതൊരു വലിയ സൈനിക വിജയമായിട്ടാണ് വൈറ്റ് ഹൌസ് ആഘോഷിച്ചത്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ വിരൽ ചൂണ്ടുന്നത് ഇറാന്റെ മാസ്റ്റർ പ്ലാനിലേക്കാണ്. സത്യത്തിൽ അമേരിക്കയെ നാണം കെടുത്താൻ ഇറാൻ മനഃപൂർവ്വമൊരുക്കിയ ഒരു കെണിയായിരുന്നു ഈ കപ്പലെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് ഈ മാലിന്യക്കെണി? കപ്പൽ പിടിച്ചെടുത്ത് പരിശോധിച്ച അമേരിക്കൻ സൈന്യം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. ഉള്ളിൽ ആയുധങ്ങളോ മിസൈൽ സാമഗ്രികളോ പ്രതീക്ഷിച്ചവർക്ക് മുന്നിൽ കപ്പൽ നിറയെ കക്കൂസ് മാലിന്യങ്ങളും മറ്റ് വേസ്റ്റുകളുമാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. MV ടൗസ്ക സാധാരണ ചരക്ക് കപ്പൽ മാത്രമല്ലെന്നാണ് അമേരിക്കയുടെ ആരോപണം. സൈനിക ആവശ്യങ്ങൾക്കും സാധാരണ വ്യാവസായിക ആവശ്യങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഡ്യുവൽ യൂസ് വസ്തുക്കൾ കപ്പലിൽ ഉണ്ടായിരിക്കാമെന്നാണ് അവരുടെ വാദം. എന്നാൽ ഈ വാദത്തിന് വ്യക്തമായ തെളിവുകൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അതുകൊണ്ടുതന്നെ പല രാജ്യങ്ങളും ഈ സംഭവത്തെ സംശയത്തോടെ കാണുന്നു. അമേരിക്ക മുമ്പും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് കടുത്ത നടപടികളെടുത്ത ചരിത്രമുണ്ട്. പിന്നീട് അവയിൽ ചിലതിന് ശക്തമായ തെളിവുകൾ ലഭിക്കാത്തതും ലോകം കണ്ടിട്ടുണ്ട്. അതിനാൽ ഈ തവണ പല രാജ്യങ്ങളും അമേരിക്കയുടെ വാദം അതേപടി അംഗീകരിക്കാൻ തയ്യാറല്ല. പക്ഷെ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകള് അത്യന്തം രസകരം കൂടിയാണ്. ഇറാന്റെ യുദ്ധതന്ത്രങ്ങള് എല്ലാ നിലക്കും വ്യത്യസ്തമാണ് തന്നെയാണ് അമേരിക്കയെ കുഴക്കുന്ന സംഗതിയും. മനഃപൂർവ്വം ഒരു കപ്പല് അമേരിക്കയ്ക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുക്കുന്നതിലൂടെ ഇറാൻ ലക്ഷ്യമിട്ടതെന്താണ്? അമേരിക്കയെ വിഡ്ഢികളാക്കുക. ഒരു വലിയ ആയുധക്കടത്ത് പിടികൂടി എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ അമേരിക്കയ്ക്ക് മുന്നിൽ വെറും മാലിന്യം വിളമ്പി അവരെ ലോകത്തിനു മുന്നിൽ പരിഹാസപാത്രമാക്കുക. കൈവിട്ടാൽ നാണക്കേട് പിടിച്ചുവെച്ചാൽ ബാധ്യത. ഈ മാലിന്യം എന്തു ചെയ്യണമെന്നറിയാതെ അമേരിക്ക കുഴങ്ങുകയാണ്. കടലിൽ തള്ളാൻ പരിസ്ഥിതി നിയമങ്ങൾ അനുവദിക്കില്ല. സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുപോകാൻ ആരോഗ്യ ഭീഷണി. തിരിച്ചുവിട്ടാൽ ഇറാന്റെ മുന്നിൽ തോറ്റുകൊടുക്കുന്നതിന് തുല്യം. തന്ത്രപരമായ നീക്കം. അമേരിക്കയെക്കൊണ്ട് തന്നെ ഇത് പിടിച്ചെടുപ്പിക്കാൻ പാകത്തിലാണ് ഇറാൻ ഈ കപ്പലിനെ കടലിലേക്ക് വിട്ടത്. ചുരുക്കത്തിൽ വിഴുങ്ങാനും വയ്യ തുപ്പാനും വയ്യ എന്ന അവസ്ഥയിലാണ് ഇന്ന് അമേരിക്ക. ലോകത്തിനു മുന്നിൽ തങ്ങളുടെ ചാരക്കണ്ണുകൾക്കും പിഴവു പറ്റുമെന്ന് ഇറാൻ തെളിയിച്ചിരിക്കുന്നു. അത്യാധുനിക സാങ്കേതിക വിദ്യയുള്ള അമേരിക്കയെ വെറും മാലിന്യം കാട്ടി ഇറാൻ തോൽപ്പിച്ചിരിക്കുകയാണ്. ഇനി ഈ കപ്പൽ അമേരിക്ക എന്തു ചെയ്യും? കടലിൽ താഴ്ത്തുമോ? അതോ നാണക്കേട് സഹിച്ചും ഇറാനു തന്നെ തിരിച്ചുകൊടുക്കുമോ? കാത്തിരുന്ന് കാണാം. അമേരിക്കയുടെ ആഗോള പ്രതിച്ഛായയുടെ കാര്യത്തിലും ഈ സംഭവം ശ്രദ്ധേയമാണ്. ഒരിക്കൽ അമേരിക്കൻ നടപടി ചോദ്യം ചെയ്യാൻ പല രാജ്യങ്ങളും മടിച്ചിരുന്നുവെങ്കിൽ ഇന്ന് അതേ നടപടികൾക്ക് തുറന്ന വിമർശനമുയരുന്നു. സോഷ്യൽ മീഡിയയും തത്സമയ വാർത്താലോകവും. കാരണം ഒരു വാദം പറഞ്ഞാൽ അതിനെ ഉടൻ പരിശോധിക്കുന്ന സാഹചര്യമുണ്ട്. അതിനാൽ സൈനിക ശക്തി മാത്രം മതിയാകുന്നില്ല. വിശ്വാസ്യതയും അത്ര തന്നെ നിർണായകമായി മാറിയിരിക്കുന്നു.